നമുക്കിത് പപ്പായ വറവ് ഉണ്ടാക്കാം. നിങ്ങളെല്ലാം വീട്ടിൽ എങ്ങനെയാണ് ഉണ്ടാക്കുക അറിയില്ല, ഞാൻ ഇങ്ങനെയും ഉണ്ടാക്കല്. പക്ഷെ ഞാനൊന്ന് ഇത് ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കട്ടെ. നമ്മളെ കാബേജ് തോരൻ മാതിരി ഉണ്ടാവും ഏകദേശം. ഇത് കഷ്ണം ഉള്ളി മുറിച്ച് വേണേ. ഉള്ളി ഒരു കുഞ്ഞനുള്ളിയായി ഉണ്ടായത്, കുറച്ച് ചെറിയ ഉള്ളിയാണ്. ഒരു പച്ചമുളക്, തേങ്ങ 2 കരിവേപ്പില, നമ്മളെ വീട്ടിൽ തന്നെ ഉള്ളതാണ്. ശേഷം മഞ്ഞൾ പൊടിയേ, കുറച്ച് ഉപ്പ്, ഒരു 1 സ്പൂൺ ഉപ്പ്. ഉപ്പ് വേണം നോക്കിയിട്ട് നമുക്ക് പിന്നീട് വേണമെങ്കിൽ ഇടാം. ഇത് എന്നിട്ട് മിക്സ് ചെയ്യാം. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ എല്ലാം എല്ലാ ഭാഗത്തും ഉപ്പും ഇതിലുള്ള വിധത്തിൽ യോജിപ്പിക്കാം. പപ്പായ ഉപ്പേരിയാണ്, പപ്പായ. സ്റ്റൗ ഓണാക്കുക, നോൺസ്റ്റിക്കിൻ്റെ പാത്രം അടുപ്പത്ത് വെക്കുക. ചൂടാകാൻ വെക്കുക. ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ മതിയേ, നിങ്ങൾക്ക് എത്രയാണെന്ന് വെച്ചാൽ ഒഴിക്കാം. നമ്മൾ ലേശം ഉപയോഗിക്കാറുള്ളൂ, കുറച്ചേ ഉപയോഗിക്കാറുള്ളൂ. അതിലേക്ക് കടുക് ഇടുക. അതിലേക്ക് കറിവേപ്പില ഇടുക. കടുക് പൊട്ടിച്ച് കഴിയുമ്പോൾ നമ്മൾ വെച്ച് കപ്പളങ്ങ, പപ്പായ, കപ്പളങ്ങ എന്ന് പറയും ചില സ്ഥലത്ത്, പപ്പായ എന്ന് പറയും ചില സ്ഥലത്ത്, കപ്പക്ക എന്ന് പറയും. പപ്പായ ഇതിലേക്ക് മൊത്തം ഇടുക, ഫുള്ളായി. ഫുള്ളായിട്ടിടുക. ഈ ഒരു സിമ്മിൽ വെക്കുക കേട്ടോ, ഈ സിമ്മിൽ വെക്കുക. എന്നിട്ട് അടച്ച് വെക്കുക. ഈ സിമ്മിൽ വെക്കണം, അടച്ച് വെക്കുക. തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കണേ. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണേ. ഇളക്കി കൊടുക്കണം.
ഒന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ നമ്മളെ കപ്പളങ്ങ വറവ്, കപ്പളങ്ങ എന്നല്ല പപ്പായ വറവ്, നമ്മൾ കപ്പളങ്ങ പറഞ്ഞ് ശീലമുള്ളതുകൊണ്ടാണ് ചിലവരെന്തെല്ലോ പറയും കപ്പളങ്ങ പറയും പപ്പായ പറയും. അങ്ങനെ നമ്മൾ പപ്പായ വറവ് റെഡിയായി. ഓഫാക്കുന്നേ, തീ ഓഫാക്കുന്നേ, തീ ഓഫാക്കുന്ന പാനി വെക്കാം. ഇതാണ് നമ്മൾ കപ്പളങ്ങ വറവ് റെഡി ആയിട്ടുണ്ട്. ഞാനിങ്ങനെ ഉണ്ടാക്കൽ, നിങ്ങളെങ്ങനെ ഉണ്ടാക്കൽ വിചാരിച്ചൊന്ന് പറയണേ. എക്സ്പേർട്ടൊന്നും അല്ല എന്നാലും ഓക്കെ.